പ്രണയചതിയിൽ മറ്റൊരു ആത്മഹത്യ കൂടി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി മിഥു മോഹനാണ് ആത്മഹത്യ ചെയ്തത്. ധനുവച്ചപുരം VTM കോളേജിലെ വിദ്യാർത്ഥിയാണ്. മരണം പ്രണയ തകർച്ചയെ തുടർന്നാണെന്നും ആത്മഹത്യാക്കുറിപ്പ് ആരോപിക്കുന്നുണ്ട്. പെൺകുട്ടിയും പെൺകുട്ടിയുടെ മാതാവും അടക്കമുള്ള ആളുകളാണ് ഈ മിഥുന്റെ കയ്യിൽ നിന്ന് ഇത്രയധികം തുക കൈപ്പറ്റിയതും ഒപ്പം തന്നെ വിവാഹമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇരു കുടുംബങ്ങളും നീങ്ങിയതാണ്. രണ്ട് കുടുംബാംഗങ്ങളും വിവാഹ തീയതി അടക്കം അല്ലെങ്കിൽ വിവാഹത്തിലേക്കുള്ള മറ്റ് നടപടികൾ പൂർത്തീകരിച്ചതുമാണ്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം ആശങ്കയൊക്കെ തന്നെ കുടുംബം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ കുടുംബം നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. വഴുതൂർ സ്വദേശിനി തന്നെയാണ് ഈ പെൺകുട്ടി എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു ന്യൂസ് ഇതിനോടകം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞു കാണും. പക്ഷേ നമ്മുടെ മുൻനിര വാർത്താ ചാനലുകളിലൊന്നും ഈ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രണയം നടിച്ച് വിവാഹ അഭ്യർത്ഥന നൽകിയ ഒരു പെൺകുട്ടി ഒരു പയ്യനെ പറ്റിച്ചിരിക്കുകയാണ്. അതിൽ മനസ്സ് നൊന്ത് ആ പയ്യനെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്തായാലും തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു പാഠമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളും നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരൊന്നും ആത്മഹത്യ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ചതികൾ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചു നടക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് ഒന്നേ പറയാം,